വളരെ ചെറുതും എന്നാൽ മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നഗരങ്ങളുടെ ശബ്ദങ്ങളിൽ നിന്നും മാറി പ്രകൃതിയുടെ ഹൃദയമിടിപ്പ് കേൾക്കുന്ന ഒരു സ്വർഗ്ഗഭൂമിയിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. കേരളത്തിൻ്റെ കൃഷിഗ്രാമം എന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു വട്ടവട. മൂന്നാറിൽ നിന്ന് ഏകദേശം 45-50 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളെ വട്ടവടയ്ക്കുള്ളത് കേട്ടോ. തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് വട്ടവട. ഏകദേശം ജനുവരി ഫെബ്രുവരിയിലൊക്കെ ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടാവും. ഇവിടെ പ്രാചീന കാലം മുതലേ ആദിവാസി വിഭാഗക്കാരാണ് ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മുത്തൂവൻ വിഭാഗക്കാർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ മൂന്നാറിനൊപ്പം വട്ടവടയെ അറിയപ്പെട്ടിരുന്നു. പക്ഷെ കാലാവസ്ഥ കൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കൃഷി രീതികളാണ്. ഞങ്ങളവിടെ ഇറങ്ങിയപ്പോൾ ഒരു ഗൈഡ് ഉണ്ടായിരുന്നേ. അദ്ദേഹം കൃഷി രീതിയൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞങ്ങളങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. അടിപൊളി സ്ഥലമാണ് അവിടെ, ഭയങ്കര നാച്ചുറലാണ് അവിടെ. ട്രോളിനും തമാശയ്ക്കും ഒരു കുറവില്ലാത്ത 2 വൈബാണ് കൂടെ ഉള്ളത്. തൊമ്മനും ചാണ്ടി. ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ സ്വർഗം തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ കണ്ടു പോകുമ്പോൾ നമുക്കിങ്ങനെ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്താലും ബോറടിക്കാത്ത കുറച്ച് സ്ഥലം. അധികം ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര കൂളിംഗാണ് അവിടെ. കൃഷി രീതികളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് ബീട്രൂട്ട്, ക്യാരറ്റ്, സ്ട്രോബെറി, കാബേജ്, ഉരുളൻകിഴങ്ങൊക്കെയാണ്. ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് കാണണം എന്നുള്ളവരാണെങ്കിൽ പാമ്പാടും ചോല, ചിലന്തിയാർ വാട്ടർഫാൾസ്, കുറിഞ്ഞിമല, വട്ടവട വ്യൂ പോയിൻ്റ് ഒക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പിന്നെ കാണാനുള്ളത്. മൂന്നാറിൽ വന്നു പോകുന്ന ഏതൊരാൾക്കും ധൈര്യമായിട്ട് നമ്മൾ ഈ കൊച്ചു സ്വർഗത്തിൽ വരാം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അവിടെ ഉണ്ടായിരുന്ന ചേട്ടൻ സ്ട്രോബെറി ലൈവായിട്ട് പറിച്ചിട്ട് കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാരും ഭയങ്കര സ്നേഹം കേട്ടോ. നമ്മൾ നന്നായിട്ട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന കുറച്ച് നല്ല മനുഷ്യന്മാർ. ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യുന്നത് കൃഷി രീതികളാണ്. ശരിക്കും വൈനാട്ടോ, വൈൻ കുറച്ച് കൊള്ളാം. പഴം തേന് നാരങ്ങ 4 മാസം വരെ നിൽക്കും. ജാം എന്താ 100 രൂപ. ബോക്സാ? ഈ ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ നാട്ടിൽ ചെന്നിട്ട് ഞങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എത്ര നല്ല മനുഷ്യരാ. 6 മണിക്ക് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അവിടെ എത്ര ടൈം സ്പെൻഡ് ചെയ്താലും നമുക്ക് നഷ്ടേ ആവില്ല. അത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ. ഈ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വീണ്ടും ഒരു പുതിയ യാത്രയിൽ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.